മലബാർ സ്പെഷ്യൽ പഴം നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 നേന്ത്രപ്പഴം എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കടഞ്ഞ് നടുവിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, അതിൽ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അതിനെ മാറ്റി വെക്കുക. ഇനി കുറച്ച് ശർക്കര, അണ്ടിപ്പരിപ്പ്, ഏലക്കാപ്പൊടി, പിന്നെ തേങ്ങ, ഇവ എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒരു ഇരുമ്പ് ചട്ടിയിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റണം. അപ്പോൾ ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി ആ തേങ്ങയിൽ മിക്സായി വരും കേട്ടോ. അതൊരു നല്ലൊരു ലിക്വിഡ് പരുവമാവുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാമെന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച ആ പഴം ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് നമുക്കിതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഗോതമ്പ് പൊടി കൊണ്ട് അതിനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു പാനിൽ എണ്ണ എടുത്തിട്ട് ഇതിനെ ഒന്ന് തീ കുറച്ച് വെച്ച് അതിലിട്ടിട്ട് നമുക്കൊന്ന് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് പുറമേക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ മാറ്റി വയ്ക്കുക.